4 പേർ ഒരു കേസിൽ, അതായത് പൊതുവായ ഗൂഢാലോചന കേസിൽ കുറ്റക്കാരാണെന്നുള്ളതാണ്. അതായത് എം ഗീതാനന്ദൻ ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതാവാണ്. മുൻപ് നക്സൽ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. എം ഗീതാനന്ദൻ അടക്കം 4 പേർ ഒരു കേസിൽ കുറ്റക്കാരാണെന്ന് വന്നിരിക്കുന്നു. ഗീതാനന്ദൻ, ബിനു, രമേശ് എന്നിങ്ങനെ 4 പേരാണ് പൊതുവായ ഗൂഢാലോചന കേസ് എന്ന് പറയുന്നത്. എനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അങ്ങനെ പൊതുവായ ഗൂഢാലോചന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമരവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ കേസിൽ, അതായത് വിനോദ് കൊല്ലപ്പെട്ട കേസിൽ കുറ്റം ചെയ്ത പ്രതി ജീവിച്ചിരിപ്പില്ല, അവിടെ ഗൂഢാലോചന എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അതേസമയം ഗീതാനന്ദൻ അടക്കമുള്ള 4 പേർ കുറ്റക്കാരാണ് എന്നും വരുന്നു. പൊതുവായ ഗൂഢാലോചനയിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഗീതാനന്ദനും ബിനു അടക്കം, എം ഗീതാനന്ദൻ വളരെ പ്രധാനപ്പെട്ട ഈ സംഭവത്തിൻ്റെ ഈ മൂവ്മെൻറ്റിന് തന്നെ ഏറ്റവും ശക്തനായ നേതാവാണ് ഗീതാനന്ദൻ. കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും തെളിയിക്കാൻ ആയിട്ടില്ല. അതേസമയം ഗൂഢാലോചന കേസിൽ ഗീതാനന്ദൻ കുറ്റക്കാരനാണ് എന്നും വിധി വരുന്ന വിധി പകർപ്പ് കിട്ടിയാൽ മാത്രമേ എന്താണ് സ്പെസിഫിക്കായി എന്താണ് കോടതി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ കോടതി മുറിക്കകത്ത് നിന്ന് വരുന്ന വിവരങ്ങളാണ്. എം കമൽ കോടതിക്കകത്താണ്. CK വിജയൻ തുടരുന്നു. വിജയൻ, കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എല്ലാവരെയും വെറുതെ വിട്ടു എന്ന വിവരവും വരുന്നു. കൊലപാതക കേസിൽ എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നു, എന്നാൽ കലാപ ഗൂഢാലോചനയിൽ ഗീതാനന്ദൻ കുറ്റക്കാരനാണെന്ന് വിധിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഈ പൊതുവായ ഗൂഢാലോചന എന്ന് പറയുന്നത് നേരത്തെ മുതൽ തന്നെ ഈ ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആദിവാസികൾ നടത്തുന്ന സമരത്തിന്റെ തുടക്കം മുതൽ ഈ കാര്യത്തെയാണ് പൊതുവായ ഗൂഢാലോചന എന്ന് പറയുന്നത്. അതായത് സർക്കാരിനെതിരെ ഈ ഭൂമി സമരവുമായി ബന്ധപ്പെട്ട് അവർ സംഘം ചേരുന്നു, അവർ അവിടെ യോഗം ചേരുന്നു, അവർ ആദിവാസികളെയും മറ്റും സംഘടിപ്പിക്കുന്നു. ആ സംഘടിപ്പിച്ചുകൊണ്ട് സർക്കാർ വിരുദ്ധമായ ഒരു സമരം ആസൂത്രണം ചെയ്തിരിക്കുന്നു. അതാണ് പൊതുവായ ഗൂഢാലോചന എന്നതുകൊണ്ട് ഈ കേസിന്റെ ആദ്യ ഭാഗത്തെ പരാമർശിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു ഗൂഢാലോചന ആദ്യം മുതൽ തന്നെ വന്നിട്ടുണ്ട്. അത് എല്ലാം തന്നെ ഒരു സമരമായി മാറുകയും ആ സമരത്തിനിടയിലാണ് അക്രമങ്ങൾ ഉണ്ടാകുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. അങ്ങനെ അതാണ് പൊതുവായ കേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർക്കാർ വിരുദ്ധ സമരം, അതിൽ ഗീതാനന്ദൻ, ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതാവ് ഗീതാനന്ദൻ, ബിനു, രമേശ് എന്നിങ്ങനെ 4 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റ് കേസുകളിൽ കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ തെളിയിക്കാനായില്ല, അതിലെല്ലാവരെയും വെറുതെ വിട്ടു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. വളരെ 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 പ്രധാനപ്പെട്ട വിവരങ്ങൾ. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന വിനോദിന്റെ കൊലപാതകത്തിൽ എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നു.